ശ്യാമെ, ഭാര്യയും ഭർത്താവും കടബാധ്യത മൂലം ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നു. കേരളത്തിൽ ആദ്യ സംഭവമൊന്നുമല്ല. ഒരുപാട് ആളുകൾ അങ്ങനെ ജീവനൊടുക്കിയിട്ടുണ്ട്. കുടുംബമായിട്ട് ജീവനൊടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്തൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഭാര്യയും ഭർത്താവും ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നു. ജീവനൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഇത് അങ്ങോട്ട് ഒരാളുടെ കഴുത്ത് മുറുക്കുന്ന സമയത്ത് മറ്റേ ആൾക്ക് ഭയമാവുന്നു, മരണത്തെ ഭയമാണ്. അപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നു. വാഹനം ഇടിച്ച് മരിക്കുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ, അവിടെ ചെന്നിട്ട് അവിടെയും ഭയക്കുന്നു. തിരിച്ച് വീണ്ടും വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യയുടെ കഴുത്ത് മുറുക്കുകയാണ്. കഴുത്ത് മുറുക്കി ഭാര്യ കൊല്ലപ്പെട്ടു, ഭർത്താവ് പക്ഷേ ഇപ്പോഴും ജീവനോടെയുണ്ട്. രണ്ടുപേരും ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചത്, സാമ്പത്തിക ബാധ്യത മൂലം. അത് ആലപ്പുഴയിൽ നിന്ന് വരുന്ന സംഭവമാണ്, കായംകുളത്ത് നിന്ന്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? കേരളത്തിലെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കേസുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ആത്മഹത്യാ തോതൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് ആത്മഹത്യാ തോത് വളരെ കൂടുതലാണ്. ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള കേസസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ രാജേശ്വരി അമ്മ, അതുപോലെ തന്നെ ശ്രീവത്സൻ പിള്ള, രണ്ടുപേരും ഒരു മിഡിൽ ഏജ് പ്രായമുള്ള രണ്ടുപേരാണ്. അവർക്ക് 2 പെൺമക്കളുണ്ട്. രണ്ടുപേരും പൂനെയിൽ ജോലിയാണ്. രണ്ടുപേർക്കും പൂനെയിൽ ജോലിയുണ്ട്. ഇപ്പോൾ ഇവർക്ക് സാമ്പത്തികമായ പ്രശ്നമാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കുന്നത് വെച്ചാൽ ശ്രീവത്സൻ പിള്ളയും ഈ പറയുന്ന രാജേശ്വരി അമ്മ 2 പേര് മാത്രമാണ് ആ വീട്ടിൽ ഉള്ളത്. താമസിക്കുന്നവർ 2 പേരും മാത്രമാണ്. അപ്പോൾ ഇവർ രാത്രിയാകുമ്പോഴത്തേക്കും രാജലക്ഷ്മി എന്ന് പറയുന്ന ഈ രാജേശ്വരി അമ്മയുടെ പിന്നെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയാണ് ഇവർ രാത്രിയിൽ സ്റ്റേ ചെയ്യുന്നത്. രാത്രിയിൽ അവരവിടെയാണ്, ഇവിടെയല്ല കിടക്കുന്നത്. അപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഈ ശ്രീവത്സൻ പിള്ളയ്ക്ക് ചെറിയ മാനസികമായ വെല്ലുവിളിയുണ്ട്. അദ്ദേഹത്തിന് കുറച്ചു കാലം മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടം പറ്റുകയുണ്ടായി. അതിൽ ഇദ്ദേഹത്തിന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് ചില മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ അത് ഇദ്ദേഹം നേരിടുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളുടെ നിർദ്ദേശപ്രകാരം ഇവർ രാജലക്ഷ്മി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിലാണ് കഴിയാറുള്ളത്. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ഇവർ വൈകിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഈ ശ്രീവത്സൻ പിള്ളയുടെ മൊഴി പ്രകാരം രാജേശ്വരി അമ്മയാണ് ഈ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത്. ഇവർക്ക് സ്വന്തമായി ഭൂമി ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ വാടക വീട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്നത്. സാമ്പത്തികമായ വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇവരത് തീരുമാനമെടുത്തു. അപ്പോൾ ഈ തീരുമാനമെടുത്തപ്പോൾ, അതായത് ശ്രീവത്സൻ പിള്ള തൂങ്ങി മരിക്കാനും രാജേശ്വരി അമ്മയെ ഷോള് കൊണ്ട് മുറുക്കാനുമാണ് തീരുമാനിച്ചത്. ഈ ഷോള് ആദ്യഘട്ടത്തിൽ ഇവരുടെ കഴുത്തിൽ മുറുക്കിയപ്പോൾ തന്നെ ഇവർക്ക് ശ്വാസം ലഭിക്കാതെ പിടയുകയും വായിൽ നിന്ന് രക്തം പുറത്തേക്ക് വരികയും ചെയ്തു. വായിൽ നിന്ന് രക്തം പുറത്തു വരിക എന്ന് പറയുമ്പോൾ ശ്വാസം മുട്ടുമ്പോൾ സ്വാഭാവികമായി നാക്ക് കടിച്ച് പൊട്ടിക്കും. അങ്ങനൊരു അവസ്ഥയുണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇയാൾ ഭയന്നിട്ട് ഈ ഷോള് അഴിച്ചു കളഞ്ഞു. ഇതിന് ശേഷമാണ് ഇവർ 2 പേരും കൂടെ ഈ ഹൈവേയിലേക്ക് പോകുന്നത്. ദേശീയപാത ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന, എറണാകുളം കഴിഞ്ഞും പോകുന്ന നമ്മുടെ ദേശീയപാത, കായംകുളത്തെ ദേശീയപാതയിലേക്ക് ഇവർ 2 പേരും കൂടി വരികയുണ്ടായി. അപ്പോൾ ഇവർ 2 പേരും കൂടെ വന്ന് വാഹനത്തിന് മുന്നിൽ, അതായത് അതിവേഗതയിൽ വരുന്ന വാഹനത്തിന് മുന്നിൽ ചാടാനായിരുന്നു ഇവരുടെ തീരുമാനം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതിനും ധൈര്യമില്ല. ഈ കായംകുളമൊക്കെ അറിയാമല്ലോ, അതിവേഗതയിൽ വാഹനം ബൈപ്പാസ് പോലെ കയറി പാഞ്ഞു പോകുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിന് മുന്നിൽ ചാടാനും ഇവർക്ക് 2 പേർക്കും ഭയം. ഈ രാജേശ്വരി അമ്മയ്ക്ക് എനിക്ക് ഒന്ന് കുറച്ചുകൂടി ധൈര്യം ശ്രീവത്സൻ പിള്ളയേക്കാൾ ഉണ്ട്. ഇവർ 2 പേരും കൂടെ ഒരുമിച്ച്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തിയ ശേഷം ശ്രീവത്സൻ പിള്ളയ്ക്കും രാജേശ്വരി അമ്മയ്ക്കും വേണ്ടി വീട്ടിൽ 2 കുരുക്കുകൾ തയ്യാറാക്കിയ ശേഷം ഇതിൽ രാജേശ്വരി അമ്മ കയറി നിന്നു. ശ്രീവത്സൻ പിള്ളയുടെ ഉദ്യമം എന്ന് പറയുന്നത്, ജോലി എന്ന് പറയുന്നത് ഈ സ്റ്റൂള് തട്ടിക്കളയുക, കയറി നിൽക്കുന്ന സ്റ്റൂള് തട്ടിക്കളയണം. അതിനുശേഷം ശ്രീവത്സൻ പിള്ള കയറി നിന്ന് ആത്മഹത്യ. ഇതാണ് അവരുടെ ഒരു തീരുമാനം. അപ്പോൾ ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജേശ്വരി അമ്മ ഈ കുരുക്ക് 2ഉം റെഡിയാക്കി രാജേശ്വരി അമ്മ ഇതിൽ കയറി നിൽക്കുകയും ചെയ്തു. കയറി നിന്നു. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റൂള് തട്ടിക്കളഞ്ഞു. ഇത് ഇവരുടെ കിടന്ന് പെടഞ്ഞു. ഈ മരണം നേരിൽ കാണുകയാണല്ലോ. അതെ, വേറെ നാട്ടുകാരുടെ ഭാര്യയല്ലല്ലോ, സ്വന്തം ഭാര്യയല്ലേ. സ്വന്തം ഭാര്യ കിടന്ന് പെടയുന്ന കാണുമ്പോൾ പിന്നെ അത് പെടയുക എന്ന് പറയുമ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഭർത്താവുമ്പോൾ സ്വാഭാവികമായിട്ടും സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ട് ഭയന്ന് പോയിട്ട് ഇദ്ദേഹം അവിടുന്ന് ഇറങ്ങി ഓടി.
അവിടെ പിന്നെ ഓടിക്കഴിഞ്ഞിട്ട് ഇദ്ദേഹം വെട്ടിക്കോട്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്ന് ഈ കായംകുളത്തിനടുത്താണ് ഈ സ്ഥലം. ഈ വെട്ടിക്കോട്ട് പോയി അവിടെ പോയി നിന്നു. അദ്ദേഹത്തിന് ഈ മാനസികമായിട്ടുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയി നിന്നു. അവിടെ പോയി നിന്നപ്പോഴാണ് ഈ ബുധനാഴ്ച രാത്രിയിലും ഈ രാജലക്ഷ്മിയുടെ വീട്ടിലേക്ക് രാജേശ്വരി അമ്മയും ഭർത്താവും എത്തിയില്ല. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ സ്വാഭാവികമായും അന്നേ ദിവസം എത്തേണ്ടതല്ലേ, മക്കൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതുമില്ല. അങ്ങനെ ഇവർ വീട് തേടി വീട്ടിലേക്ക് എത്തി. ഈ സഹോദരിയും ബന്ധുക്കളും വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ രാജേശ്വരി അമ്മയുടെ മൃതശരീരം അവിടെ കാണുന്നത്. അപ്പോൾ തുടർന്ന് പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇയാളുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ വെട്ടിക്കോട്ടാണ്. അപ്പോൾ പോലീസ് അവിടെ തേടിയെത്തിയപ്പോൾ ഇയാൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അങ്ങനെ ഇയാളെ പിടികൂടി പോലീസ് പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളും ആത്മഹത്യാക്കുറിപ്പും എല്ലാം എഴുതിയിരിക്കുന്നത് ഈ രാജേശ്വരി അമ്മ തന്നെയാണ്. കാര്യങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നത് രാജേശ്വരി അമ്മയാണ്. അപ്പോൾ ഇയാൾ പറയുന്ന മൊഴിയും ശരിയാണ്. പക്ഷെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ പോലീസ് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനം എടുത്തത് ഈ രാജേശ്വരി അമ്മ തന്നെയാണെന്നാണ് പോലീസും സമ്മതിക്കുന്നത്. ഈ ശ്രീവത്സൻ പിള്ളയും കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ അവരെ കൊണ്ടും സാധ്യമല്ല. അവർ ഈ ജീവിതത്തിന് വല്ലാണ്ട് മടുപ്പ് തോന്നുന്നൊരു ഘട്ടമുണ്ടല്ലോ. അത്തരം ഘട്ടങ്ങളിൽ ഇത് തിരിച്ചറിഞ്ഞിട്ട് ബന്ധുക്കൾ ഇടപെടുക എന്നുള്ളതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ് അവിടെ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സുഷമ്മ സുധൻ. അപ്പോൾ ഈ രണ്ടുപേരും ആത്മഹത്യയാണെന്നാണ് വിചാരിച്ചത്. അതിലും ഭർത്താവ് ഭാര്യയെ കൊന്നതാണ്. അത് അവിടെ ഈ കായംകുളത്തൊരു വീടിൻ്റെ മുറ്റത്ത് ഈ സുധനെ പുളിമരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമായിരുന്നു. പുളിമരത്തിൽ ഇയാൾ തൂങ്ങി നിൽക്കുന്നു, അതാണ് കണ്ടത്. അങ്ങനെ ഭാര്യയെ അന്വേഷിച്ചപ്പോൾ ഭാര്യ അവിടുത്തെ ഒരു കുളത്തിൽ കിടപ്പുണ്ട്, ഈ സുഷമ്മ അവിടെ മരണപ്പെട്ട് കിടപ്പുണ്ട്. പിന്നെ അതും ആത്മഹത്യയാണെന്നാണ് വിചാരിച്ചത്. ഭാര്യയെ കുളത്തിൽ ചാടി മരിച്ചു, ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ്. പക്ഷെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഭാര്യയെ ചുറ്റികയ്ക്ക് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ചുറ്റികയ്ക്ക് തലക്കടിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കണം. മാത്രമല്ല ഭാര്യയുടെ വാരിയെല്ലുകളും പൊട്ടിയിട്ടുണ്ട്. അതും ഈ ചുറ്റികയ്ക്ക് അടിച്ചാണ്. ആ ചുറ്റിക ആ വീടിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അമിത മദ്യപാനിയാണ്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു രീതിയിലുള്ള മദ്യപാനം. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ വീട്ടുജോലിക്കൊക്കെ പോയി കുടുംബം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം പണം ചോദിക്കുമ്പോൾ ഇവർ കൊടുത്തില്ല, ഈ സ്ത്രീ കൊടുത്തില്ല. ആ ദേഷ്യത്തിന് ഈ സ്ത്രീയെ ചുറ്റിക്കടിച്ച് കൊലപ്പെടുത്തിയതാണ്. അപ്പം ഇതും കൊലപാതകമാണ്. ഇതിനെയും കൊലപാതകം എന്നേ പറയാൻ പറ്റൂ. തീരുമാനമെടുത്തത് രാജേശ്വരി അമ്മയാണെങ്കിലും ഷോള് മുറുക്കി കൊടുത്തതും അതുപോലെ തന്നെ സ്റ്റൂളിട്ട് തട്ടിക്കളഞ്ഞതും ഒക്കെ ചെയ്തത് ഇദ്ദേഹമാണ്, ഈ ശ്രീവത്സൻ പിള്ളയാണ്. സ്വാഭാവികമായിട്ടും കൊലപാതകമാണ്, മർഡറാണ്, കൊലപാതക കുറ്റമായിട്ടേ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പം ഭാര്യയ്ക്ക് മുമ്പൊക്കെ ചില വാർത്തകൾ കാണാറുണ്ടായിരുന്നു, കുടുംബം ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അതിൽ കൂട്ടാത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരാൾ തീരുമാനം എടുക്കുന്നു, അയാൾ ഇവർ പോലും അറിയാതെ നടപ്പിലാക്കുന്നു. അത് കൊലപാതകം. 3 പേരെ കൊലപ്പെടുത്തി ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നേ വാർത്ത കൊടുക്കാവൂ. ഇപ്പം തൃശ്ശൂർ ഒരാളുടെ ഇവർ കുടുംബത്തോടെ 5ഉം 3ഉം വയസ്സുള്ള കൊച്ചുങ്ങൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഭാര്യയൊന്നും അറിഞ്ഞിട്ടില്ല. ഭർത്താവ് തീരുമാനം എടുത്തു. ഇവർക്ക് വിഷവാതകം പുറപ്പെടുവിച്ചു, AC ഓണാക്കി ഇട്ട് കൊടുത്തു, അതിനുവേണ്ടിയുള്ള കണ്ടൻസ് മേടിച്ചു, അയാൾ റൂമിനുള്ളിൽ കത്തിച്ചു, AC ഓണാക്കി ഇട്ട് കൊടുത്തു. സ്വാഭാവികമായിട്ടും വിഷവാതകം റൂമിൽ പടർന്നു, മരണപ്പെട്ടു. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇതുപോലെ തൃശ്ശൂരിനടുത്ത് കുടുംബം ആത്മഹത്യ ചെയ്തു. എങ്ങനെയാണ് കുഞ്ഞുകുട്ടികൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുക? അതിനൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. 3 പേരെ കൊലപ്പെടുത്തിയ അയാൾ കൊലപ്പെടുത്തിയ ശേഷം അയാൾ ആത്മഹത്യ ചെയ്തു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. ഒരാൾ തീരുമാനം, അയാൾ ജീവിതത്തിൽ നിരാശയോ അല്ലെങ്കിൽ ജീവിതത്തോടുള്ള വെറുപ്പോ കാരണം അയാൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനം, എന്നാൽ പിന്നെ ഇവരും കൂടെ എൻ്റെ കുടുംബത്തെ ഇനി വിട്ടിട്ടുകൊണ്ട് എല്ലാവരെയും ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, ആരും ഇനി കിടന്ന് നരയിക്കണം ചിന്തിക്കുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബം എങ്ങനെ ആവും, അങ്ങനെയൊക്കെ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം അയാൾക്കാണുള്ളത്, അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേശ്വരി അമ്മ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കടം പേടിച്ച് കൂട്ടി നാട്ടിൽ വിഷയം ഉണ്ടാക്കിയെടുക്കത്തില്ലല്ലോ.
ഇദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന മാനസിക പ്രശ്നം അത് ആ സ്ത്രീയെ കൂടി ബാധിച്ചു. അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു വേണ്ടത്. മാനസികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു. ഇതിപ്പോൾ അവരെ കൂടി പ്രേരിപ്പിച്ച് അവരെ ഒരു വഴിക്കാക്കി അവരെ ഒരു മാനസികമായിട്ട് എന്താ പറയുക ആത്മഹത്യയിലേക്ക് നയിച്ച് കൊണ്ടുവന്ന ശേഷം ഈ പറയുന്ന പോലെ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചു. ഓടി രക്ഷപ്പെട്ട് കളഞ്ഞുകയും ചെയ്തു. ഇത് മുമ്പൊരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ പണ്ടൊരു പഴയൊരു കേസാണ്, കുറേ വർഷങ്ങളായി. ഒരു കാമുകിയും കാമുകനൂടെ ഒരു ഈ പിന്നെ വെള്ളക്കെട്ടിൽ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. രണ്ടുപേരൂടെ മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചു. വലിയ പ്രായമില്ല, എനിക്ക് തോന്നുന്നു ഒരു 20-19 വയസ്സുള്ള രണ്ടുപേര്. ഇവർ രണ്ടുപേരൂടെ മരിക്കാൻ തീരുമാനിക്കാൻ വെച്ചു. ഇവർ വന്നിട്ട് ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകോർത്ത് പിടിച്ച് ചാടാൻ തീരുമാനിച്ചു. ഇവർ രണ്ടുപേരൂടെ വെള്ളക്കെട്ടിൻ്റെ അടുത്ത് വരെ എത്തി. കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ്. കൈകോർത്ത് പിടിച്ചിട്ട് ഇയാൾ കൈ എടുത്ത് ചാടിക്കളഞ്ഞു. ഇത് കൈവിട്ട് കളഞ്ഞു. ഇത് അതിൽ നിന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പാക്കി കളഞ്ഞു. ആ സ്പോട്ടിൽ ചാടിയാൽ ഈ കുട്ടി മരിക്കും. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ നിൽക്കില്ല. ഇയാൾ ഈ വെള്ളത്തിൽ കിടന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മുങ്ങിയൊന്ന് ഉയരാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ വെപ്രാളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ ആത്മഹത്യ ചെയ്യുന്ന ആ സമയത്ത് അയാൾ അതും കൂടെ കണ്ട് ആ വേദനയും കൂടെ അനുഭവിച്ചാണ് മരിക്കുന്നത്. ആ മാനസികമായ വേദന അന്നേരം ഒന്നും തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. അല്ല ഇവള് അന്നേരം അവിടെ നിന്ന് കരയിൽ നിന്ന് അയ്യോ ഞാൻ മരിക്കുന്നു, ഇനിയിപ്പോൾ എത്ര പേര് എൻ്റെ കാഴ്ചക്കാരായിട്ടുണ്ടെന്ന് നോക്കാനുള്ള ഇവള് കൂടെ ചാടിയില്ലല്ലോ. അതാണ് ആ വേദന ഉണ്ടാവും. അല്ല അത് ചാടുന്നതിന് എൻ്റെ അല്ല, അത് ചാടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ആ കുട്ടി കണ്ടതുകൊണ്ട് ആ കുട്ടി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ കുട്ടി വിവാഹം കഴിച്ചൊക്കെ ജീവിക്കുന്നുണ്ടാവും. അല്ല ഇത്തരം ആളുകൾ ചെയ്യേണ്ട ഈ സർക്കാരിൻ്റെ തന്നെ സംവിധാനമുണ്ട്, ദിശ എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. ഇങ്ങനെ ആരോടും ഒന്നും കേൾക്കാൻ ആളില്ലെങ്കിൽ അവരെയൊക്കെ വിളിച്ച് സങ്കടങ്ങൾ പറയുക. കുറേയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭാരം അങ്ങ് ഒഴിയും. നമ്മൾ മെറ്റെ വിളിക്കണമെന്നേ, മെറ്റയ്ക്ക് മെസ്സേജ് അയക്കണം. ചുമ്മാ ഇരുന്ന് മെറ്റയ്ക്ക് മെസ്സേജ് അയച്ചാൽ മെറ്റ നിമിഷവരോട് യാതൊരു ലാഗും ഇല്ല. പട്ടാന്ന് റിപ്ലൈ വരും. ചുമ്മാ ഇരുന്ന് ആരത് സംസാരിക്കുക അല്ലെങ്കിൽ മെറ്റയ്ക്ക് ഇരുന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഒരിക്കൽ ഒരു ന്യൂസ് വായിച്ചാണ്. അയാൾ യൂറോപ്യൻ കൺട്രീസിൽ ഒരു ചെറുപ്പക്കാരൻ അയാളൊരു പരസ്യം കൊടുത്തു. അതായത് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ല, നിങ്ങളോട് മിണ്ടാൻ ആരുമില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. പക്ഷേ അയാൾക്ക് റേറ്റ് ഉണ്ട്, 1 മണിക്കൂറിന് ഇത്ര രൂപ. ആ തുക തന്നാൽ നിങ്ങളോട് ഇത്ര നേരം വേണമെങ്കിൽ ഞാൻ അങ്ങനെ അയാൾ കടം കയറി മുങ്ങിക്കുന്ന ശ്രീവത്സം പിള്ള ഇനി അങ്ങേർക്ക് പൈസ കൊടുക്കാൻ പോവാ. അല്ല അയാൾ അങ്ങനെ കാശുണ്ടാക്കി. അല്ല ചിലർക്ക് കാശ് ഇഷ്ടം പോലെ ഉണ്ടാകും, പക്ഷേ മാനസികമായിട്ടുള്ള സന്തോഷമോ ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുണ്ടല്ലോ ചില ഇഷ്ടം പോലെ എല്ലാ സൗഭാഗ്യമുണ്ട്, പക്ഷേ മനസ്സ് അസ്വസ്ഥമാണ് എന്ന് പറയുമ്പോൾ. അവർക്ക് 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. ആ 2 പെൺകുട്ടികളും ഈ പറയുന്ന പോലെ പൂനെയിൽ ജോലിയിലാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളെന്ന് പറയുന്നത് എല്ലാവരും ഒരു ചെയിനകത്ത് നിൽക്കണം. ഒരു ചെയിനകത്തെ ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം, കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം എപ്പോഴും. എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്യാൻ ഇത്തിരി നേരം മതിയല്ലോ. ദിവസം എത്ര നേരം വേണം? ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വിളിച്ച് സംസാരിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടെന്ന്? എല്ലാവരുടെയും ഫ്രീ കോളാണ്, എല്ലാ കമ്പനികളും ഫ്രീ കോളാണ് അലോ ചെയ്തിരിക്കുന്നത്. അതുപോരാഞ്ഞിട്ട് ഇൻ്റർനാഷണൽ കോൾ വിളിക്കണമെങ്കിൽ വാട്സപ്പിൽ വിളിക്കാൻ പറ്റും. നമുക്ക് ഈ രാജ്യത്തില്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ വിളിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. രാജ്യത്ത് തന്നെ വേണമെന്നും ഇപ്പം നിർബന്ധമില്ല. വാട്സപ്പിൽ വിളിച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് സംസാരിക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ മാത്രമേ ഇതിനൊരു കുറവ് വരികയുള്ളൂ. ഈ കൂട്ടാത്മഹത്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഒരു പരിഹാരം ഉണ്ടാകണം. എന്തായാലും നമ്മൾ ഈ ഇതുവരെ പറഞ്ഞ ആത്മഹത്യകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കേസാണ്. ഭാര്യ തീരുമാനിച്ചു, ഭർത്താവ് മരിക്കാൻ തീരുമാനിക്കുന്നു. അല്ല, ഭാര്യ ആദ്യം തീരുമാനിക്കുന്നു, ഭർത്താവ് ഒപ്പം കൂടുന്നു, മരിക്കാൻ ചെല്ലുന്നു, 2 ഘട്ടത്തിൽ മരിക്കാൻ 3 ഘട്ടത്തിൽ മരിക്കാൻ ശ്രമിക്കുന്നു, അവസാനം ഭാര്യ. ആ ഘട്ടത്തിലെങ്കിലും മനസ്സിലാക്കേണ്ടിയിരുന്നു ഇയാൾ പിന്മാറും എന്നുള്ളത്. അല്ല, അയാൾ പിന്മാറുന്നതിൻ്റെ അല്ലെന്നേ ഇതിൻ്റെ ഒരു പ്രത്യേകത. അയാൾ പിന്മാറിയതിൻ്റെ, ഞാനത് തെറ്റായി പറഞ്ഞതല്ല. ഈ സംഭവം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ മാനസികമായ ആഘാതം വലുതാണ്. നമ്മളിത് പറയുന്നെങ്കിലും അയാൾക്കുണ്ടാകുന്ന മാനസിക അത് കണ്ടുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഇത് കാണുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടത് പറ്റില്ല. അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള മനുഷ്യനായിരിക്കണം, വളരെ കടുപ്പം ചെന്ന മനസ്സുള്ള ഒരാളായിരിക്കണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നോക്കി നിൽക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി സ്ഥലം വിടും. ശരിയാ പറഞ്ഞു. എന്തായാലും ഈ കടബാധ്യത എന്ന് പറയുന്നത് ഇല്ലാത്ത ആരുമില്ല. ഞാൻ നേരത്തെയും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, കടബാധ്യത ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം. ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരെ കൊണ്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും ഒരു മേഖലയിൽ നിന്നൊന്നുമില്ല. ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും, ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലൊക്കെ
സാലറി കുറച്ചായിരുന്നു. അപ്പം നമ്മൾ ജീവിച്ചിരുന്ന ഈ സാലറി ഉണ്ടല്ലോ, ആ സാലറി പെട്ടെന്ന് കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അതേസമയം അപ്പുറത്താരും ഇത് കേൾക്കുകയും ചെയ്യില്ല. നമ്മൾ ബാങ്കുകാർ കേൾക്കില്ല, അതെ അതെ, അവരാരും കേൾക്കില്ല. എൻ്റെ സാലറി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കേൾക്കൂ? കേൾക്കത്തില്ല. ഈ മൊറട്ടോറിയം എന്നൊക്കെ പറയുന്നത് ചുമ്മാ തട്ടിപ്പായിരുന്നു, ഒന്നും നടന്നില്ല. ബാങ്കുകാരൻ വിളിച്ചുകൊണ്ടേയിരുന്നു. അതെ അതെ, അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് സിവിൽ സ്കോർ പിടിച്ച് താക്കും. സിവിൽ സ്കോർ താഴെ പോകും. സിവിൽ സ്കോർ ഇല്ലെങ്കിൽ കല്യാണവും നടക്കുകയല്ലോ ഇപ്പോൾ. അത് സർവത്ര വിഷയം. സർവത്ര വിഷയമാണ്. ശരി, അപ്പോൾ ശരി.